നമസ്കാരം സുഹൃത്തുക്കളെ, ഒന്ന് കേട്ട് നോക്ക്. എങ്ങനെ ഇരിക്കണം എന്നൊന്ന് പറയും. സൂപ്പർ. ഈ കഴിഞ്ഞ പ്രവേശനോത്സവത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് കുറേ കരച്ചിലും വിളിയും ബാഗ് എടുത്ത് ഓടലും തിരിഞ്ഞോടലും കഴിയുന്ന പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ ഉള്ള ഒരു പ്രവേശനോത്സവം. എന്നാൽ ഇതല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടി ആ സ്കൂൾ അധികൃതർ ഒരുക്കിയ ഒരു സെറ്റപ്പാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലുള്ള ഒരു ഫാറൂഖ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് ഈ ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടൊരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ച് നോക്കി നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളായിരുന്നോ? ആ സ്കൂളിൻ്റെ ചുറ്റും 3 നിലയേറ്റമുണ്ട്. അതിൽ മൊത്തം ഇങ്ങനെ കുട്ടികൾ നിറഞ്ഞു നിന്നുകൊണ്ട് നിറഞ്ഞു നിന്നുകൊണ്ട് ആ പ്രോഗ്രാം അവർ വീക്ഷിക്കുകയും അവരടിച്ചു പൊളിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്ന ഒരു സ്കൂൾ പ്രവേശനോത്സവം എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആ സ്കൂളാണ്. ആ സ്കൂളിലെ ഇതെല്ലാം സെറ്റ് ചെയ്ത കോർഡിനേറ്റ് ചെയ്ത ആ ഒരു ടീമിനെ അഭിനന്ദിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു പരിപാടിയൊക്കെ സ്കൂളുകൾ ഇങ്ങനെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് കുട്ടികളാണ് പോകാൻ മടിക്കുന്നത്? അവർ വീട്ടിൽ നിൽക്കാനേ മടിക്കുകയുള്ളൂ. കാരണം കിട്ടിയതും എടുത്ത് അവർ സ്കൂളിൽ പോകും. ഇതുപോലുള്ള ഒരു സ്കൂൾ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലാണ് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതുപോലത്തെ സ്കൂളുകൾ പഠിച്ച കുട്ടികളുണ്ടല്ലോ, വലുതായി കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അവർ പുതിയൊരു കുടുംബജീവിതമൊക്കെ നയിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ആ പഴയ സുഹൃത്തുക്കളെയും ആ സ്കൂളിനെയൊക്കെ കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ എന്താണ് ഈ രോമാഞ്ചം ഉണ്ടാകും എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സീനുണ്ടാകും. കാരണം അത്രത്തോളം അറ്റ്മോസ്ഫിയറാണ് ആ സ്കൂളിൻ്റെ അധികൃതർ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരിക്കലെങ്കിലും തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനായിരിക്കും എല്ലാവരും ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എല്ലാ മാനേജ്മെൻറ്റും അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചെയ്തില്ല എങ്കിലും അടുത്ത വർഷമെങ്കിലും ഇതുപോലുള്ള മറ്റ് ചെയ്യാത്ത മാനേജ്മെൻറ്റുകൾ ഇതുപോലുള്ള പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് കുട്ടികളുടെ മൈൻഡിനെ ആ കുട്ടി ലാളിത്യത്തോടു കൂടി തന്നെ അവരെ മനസ്സിന് സന്തോഷം നിറയ്ക്കുന്ന ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ സ്കൂളുകളിലേക്ക് ആകർഷിക്കുകയും അവരെ മാനസികപരമായിട്ട് അവരെ ഫ്രീ ആക്കുകയും നല്ല വിദ്യാഭ്യാസം അവരെ പഠിച്ച് മനസ്സിലാക്കി സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും കാര്യങ്ങളെല്ലാം തന്നെ ടീച്ചേഴ്സുമാരുമായിട്ടും അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന വിഷയവുമായിട്ടൊക്കെ വളരെ കൂടുതലായിട്ട് ഇടപഴകി അവർ നല്ല ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ സഹായകമാകും.